പണം ഉണ്ടാക്കുന്നതല്ല, ഇവന്മാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതാ പാട്. ഓ, ഇന്നലെ ഞങ്ങളുടെ മുറിയിലെ ഒരു കള്ളൻ കയറി. വീടിന്റെ പണി വീണ്ടും തുടങ്ങാൻ പോവാണോ? ആ, തുടങ്ങണം. വ്യാഴാഴ്ച തുടങ്ങണമെന്ന് പറയുന്നത് കേട്ടല്ലോ. ആ, അപ്പോ എല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കായിരുന്നു. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്കറിയാനുള്ളത് വീട് പണി എന്ന് തുടങ്ങുന്നുള്ളതല്ല, പിന്നെ വീട് പണിയാനുള്ള പണം എവിടുന്ന് കിട്ടിയെന്ന. എന്താ പ്രകാശേട്ടന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇപ്പൊ ഈ പണി ചെയ്യിക്കാനുള്ള പണം എവിടുന്നാ കിട്ടിയെന്ന്. അതൊക്കെ കിട്ടി. എവിടുന്ന് കിട്ടിയെന്ന് അറിയാനുള്ള അവകാശം ഭാര്യയായി എനിക്കില്ലേ? പ്രകാശം വിചാരിച്ചാലാണോ പണം ഒപ്പിക്കാൻ പ്രയാസം? മാത്രമല്ല, എന്റെ അനുജൻ മനോജിനെ പോലെ കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവനല്ല ഈ പ്രകാശൻ. പ്രകാശേട്ടൻ ഇപ്പൊ ഈ പണം തന്നത് ആരാ? അത് തൽക്കാലം നീ അറിയണ്ട. അറിയണം. ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായില്ലെന്നുള്ള അറിയിപ്പ് ഇന്നലെ എന്റെ ഫോണിലാ വന്നത്. അപ്പൊ പിന്നെ വീട് പണിയാനുള്ള പണം ഇത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ മോഷ്ടിക്കാൻ തന്നെ പോണം. പ്രകാശേട്ടൻ മോഷണവും പിടിച്ചുപറിയൊക്കെ തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞാൻ ഇതുവഴി പോയിക്കോളാം. പ്രകാശേട്ടൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. കുറച്ചു ദിവസമായിട്ട് എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. എന്താണാവോ അത്?